അങ്ങനെ തിരുവനന്തപുരത്ത് ജില്ലാ കോടതി വളപ്പിലുള്ള ഉപയോഗശൂന്യമായി കിടന്ന ഒരു കോടതി ആയിരുന്നു വീഡിയോ കോൺഫറൻസിന് വേണ്ടി എനിക്ക് അനുവദിച്ചത്. ഇതിനിടയിൽ കേട്ട ഒരു കാര്യം എന്ന് പറയുന്നത് താങ്കളൊരു സാക്ഷി മാത്രമാണ് ഈ കേസിൽ. താങ്കളെ എത്ര തവണ വിചാരണ ചെയ്തിട്ടുണ്ട്? എന്നെ പ്രതിഭാഗം 37 ദിവസം വിചാരണ നടത്തി. അങ്ങനൊരു സംഭവം കേരളത്തിൽ ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ടോ? ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് എനിക്ക് നിയമം അറിയാമെന്നുള്ള പലരും എന്നോട് പറഞ്ഞിട്ടുള്ളത്. പല വമ്പൻ കേസുകളിലും 19-20 ദിവസത്തിൽ കൂടുതലൊരു സാക്ഷി വിസ്തരിച്ച ചരിത്രമില്ല എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞത്. വേറെ എവിടെയെങ്കിലും ഉണ്ടോ എന്നുള്ളതും അറിയില്ല. എന്നെ 37 ദിവസം വിചാരണ നടത്തി. 40 ദിവസം മൊത്തം കോടതിയിൽ ഞാൻ ഹാജരായിരുന്നു. അതിൽ 3 ദിവസം പ്രോസിക്യൂഷൻ്റെ ആയിരുന്നു. ബാക്കി 37 ദിവസവും എതിർഭാഗത്തിൻ്റെ ക്രോസിംഗ് ആയിരുന്നു. രാവിലെ തുടങ്ങുന്ന വിചാരണ രാത്രി 8:30 മണി വരെ 8:35 വരെ നീണ്ട ദിവസങ്ങളുണ്ടായിട്ടുണ്ട്, വിചാരണ മാത്രം. അത് കഴിഞ്ഞ് പിന്നെ കോടതി നടപടികൾ എല്ലാം തീർത്ത് ഞാൻ പുറത്തിറങ്ങുമ്പോൾ രാത്രി 10 മണിയാവും. ഇതെല്ലാം ഈ ഡയാലിസിസ് നടന്നുകൊണ്ടിരുന്ന പീരീഡിലാണ്. ഈ പറയുന്ന സമയത്ത് താങ്കൾ ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ എല്ലാ ചൊവ്വയും വെള്ളിയും ഞാൻ ഡയാലിസിസ് കഴിഞ്ഞിട്ടാണ് ഞാൻ കോടതിയിലെത്തുന്നത്. ഡയാലിസിസ് മുറിയിൽ നിന്ന് നേരെ കോർട്ട് റൂമിലേക്ക് എന്നുള്ള രീതിയിലാണ്. കാരണം വെളുപ്പിന് 4 മണിക്ക് ഡയാലിസിസിന് പോകും, 9 മണി 9:30 ആകുമ്പോൾ ഡയാലിസിസ് തീരും, 10 മണിയോടുകൂടി ഞാൻ കോർട്ടിലെത്തും. കോടതി നടപടികൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ വൈകുന്നേരം 6 മണി 7 മണി 8:30 മണിക്കൊക്കെ തീർന്ന ദിവസങ്ങളുണ്ട്. അതെല്ലാം ഡയാലിസിസ് ഉള്ള ദിവസങ്ങളിൽ ഞാൻ കോടതിയിൽ, ഓൾമോസ്റ്റ് ദിവസങ്ങളിലും ഞാൻ കോടതിയിലുണ്ടായിരുന്നിട്ടുണ്ട്. അപ്പോൾ ഒരു മനുഷ്യൻ, ഒരു രോഗാവസ്ഥയിലായ ഒരു വ്യക്തി എന്ന നിലയിലുള്ള പരിഗണന ഈ വിചാരണ നടപടിയിൽ കിട്ടിയിട്ടില്ല, അല്ലെങ്കിൽ ആ വേളയിൽ കിട്ടിയിട്ടില്ല എന്നാണ് താങ്കൾ പറയുന്നത്? ഇല്ല, എനിക്ക് കിട്ടിയിട്ടില്ല. സാധാരണ ഒരു പനി ബാധിച്ച് വരുന്ന ഒരാൾ പോലും ക്ഷീണിതനാണെന്ന് കണ്ടാൽ ഒരുപക്ഷെ എതിർഭാഗം അഡ്വക്കേറ്റ്സൊക്കെ മാനുഷിക പരിഗണന നൽകുമെന്നൊക്കെയാണ് ഞാൻ കേട്ടിട്ടുള്ളത്. പക്ഷേ ഇവിടെ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. ഇവിടെ ഡയാലിസിസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഈ കയ്യിലൂടെ ചെയ്യുന്ന സമയത്ത്, കഴുത്തിലൂടെ ചെയ്യുന്ന സമയത്തായിരുന്നാൽ കഴുത്തിൽ കത്തീറ്റർ എന്ന് പറഞ്ഞ സാധനം ഫിറ്റ് ചെയ്തിരിക്കും. അപ്പം ഡയാലിസിസ് കഴിയുന്ന സമയത്ത് നമുക്ക് കണ്ടിന്യൂസ് ആയിട്ടുള്ള ചുമയുണ്ടാകും. അപ്പോൾ ഈ ചുമ സഹിക്കാൻ വയ്യാതെ, ഈ ചുമയത്താണ് ഉള്ള സമയത്താണ് നമ്മൾ വിചാരണയ്ക്ക് ഹാജരാകുന്നത്. അപ്പോൾ ചുമ സഹിക്കാൻ വയ്യാതെ ഇവിടുന്ന് ട്യൂബ് പൊട്ടി ബ്ലഡ് പുറത്ത് വന്നിട്ടുള്ള ദിവസങ്ങളുണ്ടായിട്ടുണ്ട്. കാരണം ഇത് ട്യൂബ് വിചാരണ നടക്കുന്ന സമയത്ത് തന്നെയാണ്. ഞാനത് കോടതിയിൽ പറഞ്ഞിട്ടുമുണ്ട്. എനിക്കത് സഹിക്കാൻ പറ്റാത്ത അവസ്ഥ വന്നപ്പോൾ ഞാൻ കോടതിയിൽ പറഞ്ഞ ദിവസങ്ങളുണ്ടായിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് കയ്യിലൂടെ ഡയാലിസിസ് സ്റ്റാർട്ട് ചെയ്ത സമയങ്ങളിൽ ഈ കയ്യിൽ ഡയാലിസിസ് കഴിഞ്ഞിട്ട് 2 ബാൻഡ് ചുറ്റിവിടും, ഈ വെയിൻ ബ്ലോക്ക് ചെയ്യാൻ വേണ്ടി. ഈ ബാൻഡ് കെട്ടിക്കഴിഞ്ഞാൽ ഒരു 3 മണിക്കൂർ കഴിയുമ്പോൾ കൈ മരവിക്കും മൊത്തം. അപ്പോൾ ആ ബാൻഡ് അഴിച്ചു മാറ്റണം. അതിന് മെഡിസിനുണ്ട്, മറ്റു മെഡിസിൻസ് കഴിക്കണം. അത് അഴിക്കാൻ പോലും സമയം തരാതെ തന്നെ കോടതിയിൽ ഇരുത്തിയിട്ടുണ്ട്.